അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ കേരളത്തിൽ പിണറായി വിജയൻ ബി.ജെ.പിയുമായൊരു രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? 100%. ഈ ധാരണ ഉണ്ടാക്കിയത് ഇപ്പോഴല്ല, 2021 തെരഞ്ഞെടുപ്പിലാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയും കേരളത്തിൽ തുടർഭരണം ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ്റെയും ലക്ഷ്യം രണ്ടും ഒന്നാണ്. മാർഗമേ വ്യത്യാസമുള്ളൂ. ലക്ഷ്യം രണ്ടും ഒന്നാണ്. 2021 തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ CPM-ന് BJP-യുടെ വോട്ട് കിട്ടി. ഞാൻ കണക്ക് പറയാം. UDF-ന് കിട്ടിയത് 40%, LDF-ന് കിട്ടിയത് 44%. 14% അതിന് മുമ്പുണ്ടായിരുന്ന BJP-യുടെ വോട്ട് 10 കുറഞ്ഞു. ആ 4% അങ്ങോട്ട് പോയപ്പോഴാണ് തുടർഭരണം ഉണ്ടായത്. ഇത് BJP-യുടെ വോട്ടല്ല പോകുന്നത്, പരിശോധിച്ചാൽ NDA-യുടെ വോട്ടാണ്. BDJS കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലെയും കണക്കെടുത്ത് നോക്കിയാൽ BDJS-ന്റെ വോട്ട് പോകുന്നു. ഇത്തവണ 2020-യുടെ വോട്ടാണ് പോകുന്നത്. ഉന്നതനാട് മാത്രം സ്വാധീനമുണ്ടായിരുന്ന 2020-ക്ക് 19 സീറ്റ് അവർ കൊടുത്തിരിക്കും. നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞ് പോകുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ 2020 നിൽക്കുന്നു. 30,000 വോട്ട് CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആരാ? 2020. ഇത് വെച്ചാൽ 2020 വേഷപ്രച്ഛന്നമായിട്ട് ഡീലിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നാണ് BDJS. അതായത് കക്ഷികളിലൂടെയാണ്, ഘടക കക്ഷികളിലൂടെ അവർ തീരുമാനിക്കും ആരാണ് മത്സരിക്കേണ്ടത്. ഘടക കക്ഷികളിലൂടെയാണ് വോട്ട് ട്രാൻസ്ഫർ. എവിടെയാണ് നിങ്ങൾ കാണണം, ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണ്. BDJS-ന്റെ സ്ഥാനാർത്ഥിയും 2020-യുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വ്യക്തമാണ് ഡീൽ. കാരണം BJP പ്രവർത്തകരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വോട്ട് മറിച്ച് ചെയ്യുന്നു വരില്ല. സ്വാഭാവികമായിട്ട് അവർ അവരുടെ പാർട്ടിക്ക് താമരയ്ക്ക് വോട്ട് ചെയ്യുമായിരിക്കും, അവരുടെ പാർട്ടി. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാറ്റി വോട്ട് ചെയ്യാൻ ഒരുപാട്. അതെ, താമര ചിഹ്നം മാറ്റുക എന്നതാണ് ആ മണ്ഡലങ്ങളിൽ. താമര ചിഹ്നം മാറ്റിയിട്ട് അവർ വെക്കുന്നത് ചക്കയും മാങ്ങയും കുടവും വടിയൊക്കെയാണ്. അതൊരു ഡീലിന്റെ ഉദാഹരണം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് CPM-ന് ഒരു ഗുണം വേണ്ടേ? അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ CPM BJP-ക്ക് ഒരു ഗുണം കൊടുക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വോട്ടുകൾ CPM-നാണ് പോകുന്നത് പലയിടത്തും. അതാണ് പ്രശ്നം. ഈ വോട്ട് CPM-ന് ഗുണമായി, BJPക്ക് കേരളത്തിൽ കോൺഗ്രസ് വരാതിരിക്കുക. നരേന്ദ്രമോദി ഓപ്പൺ ചെയ്യണമെന്നില്ല. അവർ എവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്? ഇത്രയും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസ് ഒരു നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാവരുത്. അതാണ് അവരുടെ ലക്ഷ്യം. അവർക്കിപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചാൽ അവർക്ക് എന്താ കാര്യം, എന്താ പ്രശ്നം? മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കുക, 41 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. പക്ഷെ ഉമ്മൻചാണ്ടി പോലും ആ കേസിൽ മെറിറ്റില്ല എന്ന് പറഞ്ഞതാണ്. അതല്ല, മെറിറ്റില്ല എന്നല്ല, CBI കേസുമായിട്ട് പോയതല്ലേ. അതെ, CBI കേസുമായിട്ട് പോയി സുപ്രീം കോടതിയിൽ ആ കേസ് കിടക്കുകയാണ്. 41 തവണ ഒരു കേസ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. പക്ഷെ അത് ആ അർത്ഥത്തിൽ പിണറായി വിജയന്റെ വേട്ടയാടൽ കൂടിയല്ലേ? മാറ്റിവെക്കുമ്പോൾ പ്രോസിക്യൂഷൻ തന്നെ പനിഷ്മെന്റ് ആവുകയല്ലേ? ഡിലേഡ് അല്ല, ഇത് ചെയ്യാമല്ലോ, ഇയർലി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലല്ല, ഇയർലി നേരത്തെ തന്നെ ഈ കേസ് കേൾക്കണമെന്ന് ഇയർലി ഹിയറിങ്ങിന് വേണമെങ്കിൽ CBIക്ക് അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കാരണവശാലും പിണറായി വിജയനെ നുള്ളി നോവിക്കാൻ അവർ തയ്യാറല്ല. അതേസമയം ഒരു സംഭവം 30 കിലോ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത്. നയതന്ത്രം അന്ന് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി, 1.5 വർഷം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രന് വരെ നോട്ടീസ് അയച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് നോട്ടീസ് പോലും അയച്ചില്ല? രാഹുൽ ഗാന്ധി 56 മണിക്കൂർ ചോദ്യം ചെയ്തു, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു, ഹേമന്ത് സോറനെ ജയിലിലിട്ടു, DK ശിവകുമാറിനെ ജയിലിലിട്ടു, ചിദംബരത്തെ പോലും ജയിലിലിട്ടു. ഇവിടെ ഇത്രയും കേസ്, മാസപ്പടി കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, നിരവധിയായ കേസുകൾ വന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും, ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറായി. ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതാണ് എൻ്റെ ചോദ്യം. ഒരു മിനിറ്റ് പറഞ്ഞു എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മുടെ സമാനമായ നിരവധി കേസുകളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും MP-മാരെയും ഒക്കെ ചോദ്യം ചെയ്ത് ജയിലിലിടുമ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കുന്നതിൻ്റെ അർത്ഥം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ധാരണയാണ്. എപ്പോൾ പോയാലും ആമാടപ്പട്ടിയും ആറന്മുള കണ്ണാടിയും കൊടുക്കേണ്ട കാര്യമുണ്ടോ?
അരുൺ ആദ്യമായിട്ട് പോകുമ്പോൾ കൊടുക്കാം, രണ്ടാമത് പോകുമ്പോൾ കൊടുക്കാം, എപ്പോൾ പോയാലും ആറന്മുള കണ്ണാടി ആമാടപ്പട്ടിയും കൊടുക്കണ്ടേ. ഏറ്റവും ലേറ്റസ്റ്റായി അമിത്ഷായെ ആദ്യമായിട്ട് പിണറായി വിജയൻ ഈ യാത്രക്കിടയിലാണ് കാണുന്നത്. അമിത്ഷായെ കാണുന്നത്. അപ്പോൾ അമിത്ഷായെ കാണുന്ന ആദ്യം വീട്ടിൽ പോയി കാണുക, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഇതെല്ലാം പരിശോധിച്ച് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ BDJS സ്ഥാനാർത്ഥികളെയും 2020 സ്ഥാനാർത്ഥികളെയും പരിശോധിച്ചാൽ ഇവരാരും